നമുക്കൊരു പരിഷ്കർത്താവാകണമെങ്കിൽ 3 കാര്യങ്ങൾ വേണ്ടതുണ്ട്. ആദ്യം, നെഞ്ചിനകത്തൊരു നോവ്. നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി നമ്മുടെ നെഞ്ചു നീറുന്നുണ്ടോ? ലോകത്തിൽ ഇത്രയധികം അഴലുണ്ടെന്ന്, അജ്ഞാനമുണ്ടെന്ന്, അന്ധവിശ്വാസമുണ്ടെന്ന് നമ്മുടെ ചങ്കിൽ തറയ്ക്കുന്നുണ്ടോ? മനുഷ്യർ തൻ്റെ കൂടപ്പിറപ്പുകളെന്ന് നമുക്ക് വാസ്തവത്തിൽ തോന്നുന്നുണ്ടോ? നമ്മുടെ സമസ്ത സത്തയിലും ഈ ആശയം വ്യാപിക്കുന്നുണ്ടോ? അത് നമ്മുടെ ചോരയോടൊപ്പം ഒഴുകുന്നുണ്ടോ? അത് നമ്മുടെ ഞരമ്പുകളിൽ തുടിക്കുന്നുണ്ടോ? അത് നമ്മുടെ ദേഹത്തിലെ ഓരോ ധമനിയിലും തന്തുവിലും കൂടി വ്യാപരിക്കുന്നുണ്ടോ? അനുതാപമെന്ന ആ ആശയം കൊണ്ട് നിറഞ്ഞവനാണോ നാം? ആണെങ്കിൽ അതാദ്യത്തെ ചുവടുവയ്പേയായുള്ളൂ. അടുത്തതായി അതിനെന്തെങ്കിലും പ്രതിവിധി കണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. പഴയ ചിന്തകളെല്ലാം മൂഢവിശ്വാസങ്ങളാകാം. എന്നാൽ ഈ ആഢ്യ സമൂഹത്തിൻ്റെ ഇടയ്ക്കും അടുത്തുമായി കാഞ്ചനശകലങ്ങളും ഉണ്മകളും കുടികൊള്ളുന്നുണ്ട്. അതിലെ അഴുക്കൊക്കെ നീക്കി പൊന്നു മാത്രമെടുക്കാനുള്ള ഉപായം നാം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് 2ാം പടിയേ ആകുന്നുള്ളൂ. ഒരു കാര്യം കൂടി വേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ പ്രേരകമായ ആന്തരചിന്ത? പൊന്നിലുള്ള ദുരയോ പേരിനും പെരുമയ്ക്കുമുള്ള കൊതിയോ അല്ല നമ്മെ ഉന്തിവിടുന്നതെന്ന് തീർച്ചയാണോ? ലോകമാസകലം നമ്മെ ഞെരിച്ചരയ്ക്കണമെന്നു കരുതിയാലും തൻ്റെ ലക്ഷ്യം കൈയൊഴിക്കാതെ മുന്നേറാമെന്ന് നമുക്കുറപ്പുണ്ടോ? പ്രാണൻ പണയത്തിലായാലും തനിയെ തൻ്റെ കർത്തവ്യം നിർവഹിക്കുമെന്ന്, തൻ്റെ കൃത്യമിതാണെന്ന് നിശ്ചയമുണ്ടെന്ന് നല്ല ഉറപ്പുണ്ടോ? അവസാന ശ്വാസം വരെ, നെഞ്ചിലെ ഒടുക്കത്തെ മിടിപ്പ് വരെ വിടാതെ പരിശ്രമിക്കുമെന്ന തൻ്റേടം തോന്നുന്നുണ്ടോ? എങ്കിൽ നമ്മൾ ഒരു ശരിയായ പരിഷ്കർത്താവ്. നിങ്ങളൊരു ആചാര്യൻ, ഒരു നാഥൻ, മാനവ സമൂഹത്തിന് ഒരനുഗ്രഹം. ഭാരത ജനതയെ നശിപ്പിക്കുക സാധ്യമല്ല. അത് അനശ്വരമായി നിലകൊള്ളുന്നു. ആ സ്വഭാവവിശേഷം പാശ്ചാത്തലമായി തുടരുന്ന കാലത്തോളം, അവിടുത്തെ ആളുകൾ ആധ്യാത്മികത കളഞ്ഞുകുളിക്കാത്ത കാലത്തോളം അത് ആ നിലയിൽ അനുവർത്തിക്കുകയും ചെയ്യും. അവർ വിശന്നു വലഞ്ഞ് പട്ടിണിപ്പാവങ്ങളായി, പിച്ചക്കാരായി കഴിഞ്ഞേക്കാം. അവരുടെ ചൂഴും അഴുക്കും വിഴുപ്പും കാലാകാലം കിടന്നെന്നു വരാം. എന്നാൽ അവർ പരമേശ്വരനെ പരിത്യജിക്കാനിടവരാതിരിക്കട്ടെ. അവർ ആർഷസന്താനങ്ങളെന്ന വാസ്തവം വിസ്മരിക്കാതിരിക്കട്ടെ. പാശ്ചാത്യദേശത്ത് സാധാരണക്കാരൻ പോലും തൻ്റെ ഉൽപ്പത്തി മധ്യകാലങ്ങളിലെ ഏതെങ്കിലും വല്ല കൊള്ളത്തലവൻ്റെയും ഗോത്രത്തിലേക്ക് ഘടിപ്പിക്കാൻ ആഗ്രഹിക്കും പോലെ, ഭാരതത്തിലെ മുടിചൂടിയ മന്നൻ പോലും കാട്ടിലെ കായ്ക്കനികളും തിന്ന് മരവുരിയുമെടുത്ത് ഭഗവാനുമായി സംസർഗം ചെയ്തു കാലം കഴിച്ചിരുന്ന ഏതെങ്കിലും താപസ ഭിക്ഷുവിൻ്റെ ഗോത്രജനാണ് താനെന്ന് വരുത്താൻ വെമ്പുന്നു. നാം കൊതിക്കുന്ന പാരമ്പര്യം അതാണ്. ഈ വിധം പവിത്രത പരമമായ പൂജിക്കപ്പെടുന്ന കാലത്തോളം ഭാരതത്തിന് നശിക്കാൻ വയ്യ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.